السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാന നമ്മുടെ വേദിയെ നിരൂപണം ചെയ്യാനെത്തിയ നമ്മുടെ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മുത്തായ വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുള്ള സ്വീകാര്യ സുലഭമായി സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിനെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഈ വേദി നിങ്ങൾക്ക് മുമ്പിൽ തിരഞ്ഞെടുത്ത വിഷയം എന്നുള്ളത് ലോകത്തിന്റെ നായകൻ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ നേരത്തെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് ഇതിന്റെ വാക്കുകൾക്ക് ഉപസംഹരിക്കാം. മദീന വിതുമ്പുന്ന ആലം സഹാബത്തുൽ കരയുന്നതാ ആലം ദുനിയാ വിറക്കുന്നതാ ആറ്റൽ റസൂലുള്ള പിരിയുന്നതാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പനയോല കൊണ്ട് ഉണ്ടാക്കിയ പനയോല കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയൊരു കുടിലിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബാധിച്ച് കിടക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഇപ്പോഴത്തെ പോലെ കട്ടിലുകളോ കിടക്കയോ ഇല്ലാതെ ഒരു ചെറിയൊരു പനയോല കൊണ്ട് നിർമ്മിച്ച ഒരു വീടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലായിരുന്നു. പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിലതു നിധിയാണ് പടിവാതിന് ചെറുതടിയാണ് നബി തങ്ങളുടെ പൂങ്കുടിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുന്നാര ഫാത്തിമ ബീവിയുടെ നെഞ്ചത്ത് തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. അന്നേരം ആയിഷ ബീവി തന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ മടിയിൽ വെച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ നേരത്തെ കിടക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്വസ്ഥനായിരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു. ഉടനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമ ബീവി വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ഇരിക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഫാത്തിമ ബീവി വെള്ളവും കൊണ്ടുവന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് വാതിലിൽ നിന്നൊരാൾ വാതിലിൽ മുട്ടുകയാണ്. ആരാണെന്ന് ആർക്കും അറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പുറത്തു നിന്ന് ആരോ വാതിൽ മുട്ടുന്നു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വിളിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് വാതിലിൽ മുട്ടുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്വസ്ഥനാണ്, താങ്കൾ ഇപ്പോൾ മടങ്ങി പോവുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ കാണാനുള്ള ഒരു രീതിയിലല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ നിങ്ങൾ മടങ്ങി പോകണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്വസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി അദ്ദേഹത്തെ നടക്കുകയുണ്ടായി. അങ്ങനെ വീണ്ടും അദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വന്നപ്പോൾ വീണ്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ പറഞ്ഞയച്ചു. വീണ്ടും അദ്ദേഹം മൂന്നാം തവണ വന്നപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, ഫാത്തിമ അദ്ദേഹത്തെ വീട്ടിലേക്ക് കയറ്റി അദ്ദേഹത്തോട് വരാൻ പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവിയോട് പറയുകയുണ്ടായി. അങ്ങനെ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ വരികയാണ്. അശ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാതും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹരം നീലകണ്ട് ആരും സ്വഹാബത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മുത്തായ തങ്ങൾ കാടന്ന് കിടക്കുന്നു. മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താലുപ്പേ നോക്കുന്നു. ഏറെ പരിചരിച്ചെല്ലാരും നിൽക്കുന്നു. മലകുൽ മൗത്ത് നേരത്തെ മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് വന്നിട്ട് മാണിക്യ കല്ലിനോടേറ്റം മലബില് മെന്മസലാവും പറയുന്നു നേരില്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്വസ്തനായി കിടക്കുകയാണ്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ റൂഹ് പിടിച്ചോട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, ഞാൻ റൂഹ് പിടിച്ചോട്ടെ നബിയേ? അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ്, ഞാൻ റൂഹ് പിടിച്ചോട്ടെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചുപോയി. നമുക്കറിയാം, ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവ് കണ്ടാൽ നമുക്കറിയാം, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ഒരാളുടെ റൂഹ് പിടിക്കാൻ അനുവാദമില്ലാത്ത ഒരാളാണ് ഇസ്രായേൽ അലൈഹി വസല്ലം. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുകയുണ്ടായി. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. എൻ്റെ ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം സലാം പറയുകയുണ്ടായി. വന്ന വിശേഷം മാരക്ക് പറയുന്നു, മന്നാടമർ പോലെ വന്നുള്ളതാണെന്ന്. വന്ന വിശേഷം മാരക്ക് പറയുന്നു, മന്നാടമർ പോലെ വന്നുള്ളതാണെന്ന്. സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും, സമ്മതമില്ലെങ്കിൽ കണ്ടെത്തിയിരിക്കാനും. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റൂഹിനെ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം സമ്മതിക്കുകയുണ്ടായി. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുൽ മൗത്ത് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അനുവാദം നൽകുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകിക്കൊണ്ട് ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കുകയുണ്ടായി. അനുവാദം റസൂലും കൊടുക്കുന്നു. അസ്റായീൽ അന്നേരം റൂഹ് പിടിക്കുന്നു. ആലും ദുനിയാവും ആകെ വിറക്കുന്നു. ആറ്റൽ റസൂലുള്ളാഹ് നമ്മെ പിടിക്കുന്നു.
തങ്ങൾ ലോകത്തോട് വിട പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൈ പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ നീട്ടി കൊണ്ടുപോകുന്നില്ല. നീക്കും എന്റെ കുടുംബത്തിന് ദ്വായത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.